കൊണ്ടുപോയി അടിയോടടി കണ്ണത്തിലെയും മുഖത്തിലെയും അടിച്ച് കണ്ണാടി പൊട്ടിച്ച് തലയെ പിടിച്ച് വലിച്ച് ഇഴുത്ത് ഇത് പൊട്ടിച്ച് ഇങ്ങനെ വളരെ ഊരാൻ പറ്റില്ല, ഇങ്ങനെ ഊരെടുത്ത് ഇങ്ങനെ പൊട്ടിച്ചെടുത്തു. അപ്പൊ ഇവിടെ കിടന്ന കണ്ണാടി പൊട്ടിപ്പോയി. ഇന്നലെ ഏകദേശം ഒരു 11 മണിയോടെ കൂടി ഒരു വീട്ടിൽ കയറി 4 പേര് കൊണ്ട സംഘം, ഒരു സ്ത്രീ അടക്കം 3 പുരുഷന്മാരടക്കം 4 പേര് കൊണ്ട സംഘം ഡേ ടൈമിൽ റോബറി നടത്തിയിട്ട് 75 ഗ്രാം സ്വർണ്ണമുള്ള സ്വർണ്ണ ആഭരണങ്ങൾ കവർന്നു പോയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് വിവരം വന്നിരുന്നു. ഉടൻ തന്നെ നമ്മളുടെ DCPയും ACPയും ഇവിടുത്തെ ഇൻസ്പെക്ടർ മറ്റേ ഈ പോലീസ് സ്റ്റേഷൻ്റെ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ഒരു ടീമായിട്ട് അന്വേഷണം തുടങ്ങുകയും പിന്നെ അവർ ശാസ്ത്രീയമായി നടത്തിയ അന്വേഷണത്തിൻ്റെ ഒടുവിൽ പ്രതികളെ ഇന്നലെ വൈകുന്നേരം കൂടി ഐഡൻറ്റിഫൈ ചെയ്യുകയും രാത്രിയോടെ കൂടി 4 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് സ്വർണം റിക്കവറി നടത്തിയിട്ടുണ്ട്. കുറച്ച് സ്വർണം പണയം വെച്ച് പൈസയായിട്ട് മാറ്റിയിട്ടുണ്ട്. അതിൽ കുറച്ച് റിക്കവറി നടത്തിയിട്ടുണ്ട്. ഇനിയും കൂടുതൽ റിക്കവറി, ബാക്കിയുള്ള സ്വർണം റിക്കവറി നടത്താനുണ്ട്. ഇനിയും ഈ ഒരു പ്രതി ഉണ്ടെന്നാണ് ഇതുവരെ ഉള്ള അന്വേഷണത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ 5 പ്രതിയാണോ അതൊക്കെ കൂടുതൽ ഉണ്ടോയെന്ന് ഇനിയും അന്വേഷണം പൂർത്തിയാവുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള പിക്ചർ കിട്ടും. ഇപ്പോൾ 4 പ്രതികൾ നമ്മൾ പിടിച്ചിട്ടുണ്ട്. പിടിച്ച പ്രതികളുടെ പ്രീവിയസ് ക്രിമിനൽ ഹിസ്റ്ററിയെ നോക്കിയപ്പോൾ അതിനകത്ത് ഒരു പ്രതിക്ക് ഒരു 9 കേസുകളുണ്ട്, മറ്റൊരു പ്രതിക്ക് ഒരു 3 കേസുകളുണ്ട്. ഒരു സ്ത്രീയാണ്, 2 സ്ത്രീയാണ് അതിൽ പ്രതിയായിട്ട് വന്നിരിക്കുന്നത്. ഒരു സ്ത്രീക്ക് 3 കേസുകളുണ്ട്, മർഡർ കേസ് അടക്കമുണ്ട്. ഒരു പുരുഷനായിട്ട് വന്നിട്ടുള്ള പ്രതിക്ക് 9 കേസുകളുണ്ട്, മറ്റൊരു പ്രതിക്ക് 2 കേസുകളുണ്ട്. അപ്പോൾ അങ്ങനെ പ്രീവിയസ് ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രതികളാണ്. ഇത് കൃത്യമായിട്ട് മുൻപ് ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ ഒരു ഗൂഢാലോചന നേരത്തെ നടത്തി ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ കുറ്റം ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി കൂടുതൽ അന്വേഷണം നടക്കട്ടെ. പ്രത്യേക സംഘം ഇന്നലെ രൂപീകരിച്ച് DCPന്റെ നേതൃത്വത്തിൽ ACP, SHO പിന്നെ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ കീഴിൽ രൂപീകരിച്ച സംഘമാണ് വേഗം അന്വേഷിക്കുകയും ഈ പ്രതികളെ പിടിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇവരുടെ മോഡസ് എന്താണെന്ന് വെച്ചാൽ ഹരിതകർമ്മസേനയിൽ ഹെൽത്ത് വർക്ക് ചെയ്യുന്ന ആളുകളാണ്, കോർപ്പറേഷന്റെ ഹെൽത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെന്ന് പറഞ്ഞിട്ട് പോവുകയും നേരത്തെ തന്നെ പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ പോയിട്ട് ഡോറ് തട്ടുകയും പിന്നെ തുറക്കുമ്പോൾ പെട്ടെന്ന് കയറി കവർച്ച നടക്കുന്ന ആ ഒരു മോഡസാണ്. നേരത്തെ തന്നെ പ്ലാൻ ചെയ്തുകൊണ്ട് അവർ വീട്ടിലെ ആരൊക്കെ ഉണ്ട്, ഏത് സമയത്തിൽ പോയാൽ നമുക്ക് ഈ ഓപ്പറേഷൻസ് നടത്താൻ സൗകര്യമായിരിക്കും, അതെല്ലാം പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് നമുക്ക് പറയാം. പിന്നെ അതാണ് ഞാൻ പറഞ്ഞത്. 4 പ്രതികൾ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൊടുക്കും. ഓക്കെ, പ്രതികളുടെ ഡീറ്റെയിൽസ് എല്ലാം, തിരിച്ചറിഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം. ഇനി ഉള്ള പ്രതികൾ ഒരു പ്രതി കൂടി ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അത് അറസ്റ്റ് ചെയ്യുന്ന മുറയ്ക്ക് ബാക്കി വിവരങ്ങൾ നമ്മൾ പറയാം. ഇനി ഇത് മാത്രമാണ്, ഇനി ഇതൊക്കെ കൂടുതൽ പ്രതികളുണ്ടോ നമ്മൾ അന്വേഷിക്കേണ്ടി വരും. പിന്നെ മാത്രമല്ല ഈ സ്വർണ്ണങ്ങൾ വാങ്ങിക്കുന്നതെല്ലാം അവർക്കും പങ്കുണ്ടോ, എല്ലാ കാര്യങ്ങളും സമഗ്രമായിട്ട് പരിശോധിക്കാം. ഇവിടെ അടിച്ചു ഇങ്ങനെ കൊണ്ടുവന്ന് തള്ളിയിട്ട് അയ്യോ എന്നാ വിളിച്ചപ്പോ ഒരാൾ വന്നില്ല. മരുമകളും മകനിവിടെ ഉണ്ട്, പുറത്തേക്ക് വന്നിട്ടേ ഇല്ല. ഇവൻ പോയ പിന്നെ ഇവൻ പതുക്കെ നടന്നു പോകും. ഇവൻ 10-ാം തീയതി ഇവിടെ വന്നു, അവനുമായിട്ട് 10-ാം തീയതി പണം കതവ് തുറന്നില്ല. പറഞ്ഞപ്പോ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇവർ 2 പേർക്കും അവർ പോയിട്ട് ഇന്നലെ ഇവളെയും വിട്ടിട്ട് ആ പയ്യൻ ഇവനെയും വിട്ടിട്ട് വന്നു. കോർപ്പറേഷൻ എന്നത് വന്നിട്ടുണ്ട് പറഞ്ഞു. അപ്പൊ ഞാൻ കതവ് തുറന്ന് എവിടെ ഞാൻ കോർപ്പറേഷൻ പറഞ്ഞു. അപ്പൊ കുട്ടിയിട്ട് എനിക്ക് ഓണറുടെ നമ്പർ വേണം. ഇവൾ ചോദിച്ചു ഓണറുടെ നമ്പർ വേണം. അപ്പൊ ഓണറുടെ നമ്പർ വേണം പറഞ്ഞപ്പോ ഞാനിവിടെ ശ്ലോകം പറഞ്ഞുകൊണ്ടിരുന്നു വിശ്വസനം. അപ്പൊ അതുലേந்து ഫോണ് എടുത്തിട്ട് ഓണറുടെ നമ്പർ കൊടുക്കാൻ വേണ്ടി കതവ് തുറക്ക വേണ്ടാം പറഞ്ഞു. എന്റെ പേര് തെറ്റാണ് സാറേ, എന്നാൽ വയ്യായിട്ട് പറഞ്ഞാൽ മതി. എന്റെ മകൻ എന്നെ കടി കിട്ടാതിരിക്കും. കതവ് തുറന്നിട്ട് ഒരു സെക്കൻഡാണ്, എങ്ങനെ അറിയില്ല. ഇവർ 2 പേരും തട്ടി മാറ്റി
ഇവനും ഇന്നൊത്തനും തട്ടി ഒരു മാറ്റി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവർ നല്ലവരാണ്, ഇവളാണ് ചട്ട വിചാരിച്ചു. ഇവർ രണ്ടും കള്ളത്തലമാണ് വന്നിട്ടുണ്ടോ വിചാരിച്ചു. അതല്ല, ഇവരെ തട്ടി മാറ്റി എന്നെ ഇങ്ങനെ വായ പൊട്ടി അമക്കി ഇങ്ങനെ സ്പീഡാ കൊണ്ടുപോയി അടിയോട്ടടി കണ്ണത്തിനെയും മുഖത്തിനെയും അടിച്ച് കണ്ണാടി പൊട്ടിച്ച് തലയെ പിടിച്ച് വലിച്ച് ഇഴുത്ത് ഇത് പൊട്ടിച്ച് ഇങ്ങനെ വളരെ ഊരാൻ പറ്റില്ല, ഇങ്ങനെ ഊരെടുത്ത് ഇങ്ങനെ പൊട്ടിച്ചെടുത്തു. അപ്പൊ ആക്കിയിട്ട് ഇവിടെ കിടന്ന കണ്ണാടി പൊട്ടിപ്പോയി. എന്നാ ചെയ്ത് രണ്ടുപേർ മാറി മാറി ഇവനും അവനും. ഇവരെണ്ടും പോയി. ഇല്ല, ഇവരെണ്ടും പോയില്ല. ഇവരുടെ വരവേണ്ടേ? അവരടിച്ചപ്പോ അവർ അകത്തേക്ക് തന്നെ പോയി. അപ്പൊ ഇവരെ കള്ളന്മാരാണ്. ഇവരെന്താ ചെയ്തു? ഇവർ രണ്ടുപേരും തട്ടിവിട്ടു. അവൻ വന്നവണ് ഇവനുമായിട്ട് ഇവനും ഇന്നൊത്തനുമായിട്ട് ഒരു കുട്ടിയാണ് ആളാണ്. ഇവർ രണ്ടുപേരും തട്ടിവിട്ടപ്പോ ഞാൻ വിചാരിച്ചു ഇവർ നേരത്തെ വന്നവരല്ല, അപ്പൊ നല്ലവരാണ് വിചാരിച്ചു. അയ്യോ പറഞ്ഞപ്പോ പട്ടപ്പെടാൻ മാറി അടിച്ച് ഇങ്ങനെ അടിച്ചിട്ട് എന്നെ അവിടെ കൊണ്ട് തള്ളിവിട്ടിട്ട് വലിച്ച് പിടിച്ചെഴുത്തു. വളയില ഇങ്ങനെ ഊരെടുത്തു വളയിൽ.